പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും ഹോം ഗ്രൗണ്ടായ ഗുജറാത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മാധ്യമ തലക്കെട്ടുകളിൽ BJP ഗുജറാത്ത് തൂത്തുവാരി എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ വലിയൊരു ശരികേടുണ്ട് കേട്ടോ. ഇതിനെ ഒരു തിരഞ്ഞെടുപ്പെന്ന് വിളിക്കാനാകുമോ എന്ന് പോലും നാം രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. കാരണം 15 കോർപ്പറേഷനുകളിലും 84 മുനിസിപ്പാലിറ്റികളിലും 34 ജില്ലാ പഞ്ചായത്തുകളിലും 260 താലൂക്ക് പഞ്ചായത്തുകളിലേക്കും ജനപ്രതിനിധികളെ കണ്ടെത്താനായിരുന്നു ആ തിരഞ്ഞെടുപ്പ്. ഇതിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങിയ 1572 പേർ അവസാന നിമിഷത്തിൽ പത്രിക പിൻവലിച്ചു. തൽഫലമായി 730ഓളം പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പത്രിക പിൻവലിക്കുന്നതും ചില സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിക്കുന്നതുമൊക്കെ ഇലക്ഷനിൽ സർവ്വസാധാരണമാണ്. എന്നാൽ ഗുജറാത്തിൽ നടന്നത് അത്ര ഒരു സാധാരണമായ കാര്യമല്ല. കാരണം തലസ്ഥാനമായ അഹമ്മദാബാദ് കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ പത്രിക നൽകിയ പല സ്ഥാനാർത്ഥികൾക്കും ഭീഷണികളെത്തി. പിന്മാറുന്നതിന് പണവും വാഗ്ദാനം ചെയ്യപ്പെട്ടു. 30 ലക്ഷം രൂപയാണ് കേട്ടോ ബീന മോദി എന്ന വനിതാ സ്ഥാനാർത്ഥിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. നെഹാൽ പഞ്ചൽ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് BJP പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയത് പിന്മാറിയില്ലെങ്കിൽ സ്ട്രക്ചറിൽ സഞ്ചരിക്കാനാവും വിധി എന്നാണ്. പക്ഷേ ജീവനിലും പണത്തിലും കൊതിയുള്ള പലരും പത്രിക പിൻവലിച്ച് വീട്ടിലേക്ക് പോയിട്ടും അവർ അത് ചെയ്തില്ല. എതിരാളികൾ വീട് കയറി അപായപ്പെടുത്തിയേക്കാമെന്ന ഭീഷണിയിൽ 2 മക്കളെയും കൂട്ടി പാർട്ടി ഓഫീസിലാണ് കേട്ടോ ആ വനിത കഴിഞ്ഞത്. കൂറുമാറ്റ സാധ്യതകൾ തടയാൻ MPമാരെയും MLAമാരെയും റിസോർട്ടിൽ പാർപ്പിക്കുന്നത് പോലെ പല നഗരസഭകളിലും സ്ഥാനാർത്ഥികളെ ഒന്നാകെ റിസോർട്ടിൽ സൂക്ഷിക്കാനും പ്രതിപക്ഷ പാർട്ടികൾ ഇത്തവണ നിർബന്ധിതമായി. ഏതെങ്കിലും പ്രാദേശിക പ്രവർത്തകരുടെ വികൃതികളാണെന്നും നേതൃത്വം ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നും വിശ്വസിക്കാമായിരുന്നു. എന്നാൽ അതിനും ഇവിടെ സ്ഥാനമില്ല കേട്ടോ. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി എങ്ങാനും ജയിച്ചാൽ ബ്ലോക്ക് വികസനത്തിനുള്ള ഫണ്ടുകൾ മുഴുവൻ തടയുമെന്നും 1 രൂപ പോലും നൽകില്ലെന്ന് പൊതുവേദിയിൽ ഭീഷണി മുഴക്കിയത് മിതേഷ് രമേശ് ഭായ് പട്ടേൽ എന്ന ആനന്ദ് മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്ന MP തന്നെയാണ്. സംസ്ഥാന ഉപമുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കേട്ടോ ആ ഭീഷണി. MPക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഭീഷണിയും പ്രലോഭനവും പ്രയോഗിച്ച് എതിരാളികളെ ഒഴിവാക്കുന്നതിന് പുറമെ സമരസത്തിന്റെ മേൽക്കുപ്പായമിട്ട് ഗ്രാമങ്ങളിൽ വോട്ടെടുപ്പ് ഒഴിവാക്കുന്ന ഔദ്യോഗിക പരിപാടിയും ഗുജറാത്തിലുണ്ട്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ആവിഷ്കരിച്ച ആ പദ്ധതി പ്രകാരം ഒരു ഗ്രാമം ഐക്യകണ്ഠേനെ സർപഞ്ചിനെയും പഞ്ചായത്ത് അംഗങ്ങളെയും തീരുമാനിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കി ആ ഗ്രാമത്തെ സമരസ് ഗ്രാമമായി പ്രഖ്യാപിക്കും. വികസന ഫണ്ടിലേക്കായി 3 മുതൽ 13 ലക്ഷം രൂപ വരെ സർക്കാർ സംഭാവന നൽകുകയും ചെയ്യും. ആദ്യ കേൾവിയിൽ നല്ലതൊന്നു തോന്നുമെങ്കിലും അതിനു പിന്നിലെ ഒളിയജണ്ട അതിഭീകരമാണ്. നാടിന്റെ വികസനത്തിന് ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായ മുന്നേറ്റം എന്നെല്ലാം പറഞ്ഞ് മേൽജാതിക്കാരുടെ മേൽക്കോയ്മ ഉറപ്പിക്കാനാണ് കേട്ടോ ഈ പദ്ധതി. ഉന്നത ജാതിക്കാരും സമ്പന്നരും അധികാരം കൈക്കലാക്കുമ്പോൾ ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഭരണത്തിൽ യാതൊരു പങ്കാളിത്തം അവിടെ ലഭിക്കാറില്ല. പദ്ധതിയിൽ സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സമ്പന്ന വീടുകളിലെ സ്ത്രീകളെ നാമനിർദ്ദേശം ചെയ്ത് അധികാരം കുടുംബത്തിനുള്ളിൽ തന്നെ നിലനിർത്താനാണ് സത്യത്തിൽ ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്.